Hi students, welcome back to our science class. Today we are discussing a new chapter, Keeping Disease at Bay. അതായത് അകറ്റി നിർത്താം രോഗങ്ങളെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡിസീസ് അതായത് രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അതെങ്ങനെയാണ് വരുന്നതെന്നും ആരിലൂടെയാണത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നും ഡിസീസ് ഉണ്ടാകാനുള്ള സിറ്റുവേഷൻസ് അതായത് സാഹചര്യങ്ങൾ എങ്ങനെയല്ല എന്നുമാണ് നമ്മൾ ത്രൂ ഔട്ട് ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ ടേക്ക് പേജ് നമ്പർ 99 and listen. Appu was busy with the final preparation to take part in the sub-district science fair. സയൻസ് ഫെയർ അറിയാലോ, ശാസ്ത്രമേളക്ക് പങ്കെടുക്കാൻ വേണ്ടിയുള്ള അവസാന ഒരുക്കത്തിലാണ് അപ്പു എന്ന കുട്ടി. ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഹീ ഫെൽ ഇൻ, അതായത് ചെറുതായിട്ട് പനിക്കുന്ന പോലെ ഫീൽ ചെയ്തു. ഹീ ടുക്ക് മെഡിസിൻ ബട്ട് ദ ഫീവർ ഡിഡ് നോട്ട് സബ്സൈഡ്. മരുന്ന് കഴിച്ചെങ്കിലും കൂടെ പനിക്ക് കുറവൊന്നും ഉണ്ടായില്ല. ആസ് ഡയറക്റ്റഡ് ബൈ ഹിസ് ഡോക്ടർ, വെൻ a blood test was done, he came to know that he was suffering from dengue fever. പനി കുറവില്ലാത്തത് കാരണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ റിസൾട്ടിൽ ഡെങ്കി ഫീവർ അതായത് ഡെങ്കിപ്പനിയാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഹാവിംഗ് റീച്ച്ഡ് ദ ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷൻ ദ പ്രീവിയസ് ഇയർ, it was his strong desire to participate at the state level this time. കഴിഞ്ഞ വർഷം ഡിസ്ട്രിക്ട് ലെവൽ അതായത് ജില്ലാ തലം വരെ എത്തിയതാണ്. ഇപ്രാവശ്യം അത് സ്റ്റേറ്റ് ലെവലിൽ എത്തിക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു അപ്പുവിനുണ്ടായിരുന്നത്. ലുക്ക് അറ്റ് അപ്പുസ് കണ്ടീഷൻ. നിങ്ങൾ അപ്പുവിൻ്റെ കണ്ടീഷൻ അവസ്ഥ കണ്ടുവല്ലോ. വാട്ട് മൈറ്റ് ബി ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് കോസ് ഡെങ്കു ഫീവർ? ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെയാണ് ഡെങ്കു ഫീവർ വന്നിട്ടുണ്ടാവുക? ഹാവ് യു എവർ ബീൻ അൺആബിൾ ടു ക്യാരി ഔട്ട് യുവർ പ്രീ പ്ലാനഡ് പ്രോഗ്രാംസ് ഡ്യൂ ടു ദ ഡിസീസ് ഓഫ് ദിസ് കൈൻഡ്? ഇതുപോലെയുള്ള അസുഖങ്ങൾ വന്നിട്ട് നിങ്ങളുടെ പ്ലാനുകളും ഇല്ലാതായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾക്ക് എപ്പോഴാണ് അസുഖങ്ങൾ വരിക എന്നുള്ളതൊക്കെ പറയാൻ കഴിയില്ല അല്ലേ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണ് പറയാറ്. പൊതുവെ നമ്മൾ രോഗം വരുന്നതിന് മുന്നേ തന്നെ ചില മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് രോഗം വരാതെ അതിൽ നിന്നും രക്ഷ നേടാം. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദി ഇൻക്രീസ് ഓഫ് സച്ച് ഡിസീസസ് ഡ്യൂറിങ് ദ റെയിനി സീസൺ? മഴക്കാലത്ത് ഇങ്ങനെയുള്ള രോഗങ്ങൾ കൂടുതലായിട്ടുണ്ടാവാനുള്ള കാരണം എന്താണ്? എൻലിസ്റ്റ് ഡിസീസ് യു ആർ അവെയർ ഓഫ്. നിങ്ങൾക്കറിയാവുന്ന ഡിസീസുകൾ രോഗങ്ങൾ ലിസ്റ്റ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റൊമക് പെയിൻ, വയറുവേദന, ഹെഡ് ഏക്ക്, തലവേദന, കോമൺ കോൾഡ്, ജലദോഷം അല്ലേ. ദെൻ ആർ ഓൾ ദീസ് ഡിസീസ് കോണ്ടേജിയസ്? ഈ പറഞ്ഞിട്ടുള്ള ഡിസീസുകൾ രോഗങ്ങളെല്ലാം കോണ്ടേജിയസ് ആണോ? കോണ്ടേജിയസ് മീൻസ് പകരുന്ന രോഗങ്ങൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഹൗ ആർ ഡിസീസ് ട്രാൻസ്മിറ്റഡ്? ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എങ്ങനെയാണത് പകർന്നു പോകുന്നത്. അപ്പോൾ സാധാരണ ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാറുണ്ടല്ലേ. അതെങ്ങനെയാണ് ചോദിക്കുന്നത്. ഹോപ്പ് യു ഹാവ് സ്റ്റഡീഡ് ഏർലിയർ ദാറ്റ് മൊസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈ, റാറ്റ് എക്സെട്ര ആർ ട്രാൻസ്മിറ്റ് ഡിസീസ്. നിങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ മുന്നേ കേട്ടിട്ടുണ്ടാവാം. മൊസ്കിറ്റോസ് മീൻസ് കൊതുക്, ഹൗസ് ഫ്ലൈ ഈച്ച, ദെൻ റാറ്റ്സ് എലി. ഇവയെല്ലാം രോഗങ്ങൾ പടർത്തുന്നുണ്ട്. ശരിയല്ലേ? വാട്ട് കോസസ് ഡിസീസ്? എന്താണ് ഡിസീസിന് കാരണമാവുന്നത്? നമ്മൾക്കറിയാം, ഒരു രോഗം ഒരാളിലുണ്ടായാൽ അത് 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടെ താമസിക്കുന്ന ആൾക്കും ഉണ്ടായെന്ന് വരാം.
അങ്ങനെ ചില രോഗങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് കോണ്ടാജിയസ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആരാണ് ഇതെല്ലാം പകർത്തുന്നത്? അതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, മൊസ്കിറ്റോസ്, ദെൻ റാറ്റ്സ്, ഹൗസ് ഫ്ലൈ അല്ലേ, അതായത് കൊതുക്, ഈച്ച, റാറ്റ്, എലിപ്പനി കേട്ടിട്ടുണ്ടല്ലോ, അത് എലികൾ വഴി ഉണ്ടാകുന്നു. ദെൻ ഹൗസ് ഫ്ലൈ എങ്ങനെയാണ്? എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയലിൽ പോയി ഇരിക്കുകയും അവിടുന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വന്നിരുന്നാൽ മൈക്രോ ഓർഗാനിസംസ് ആ ഭക്ഷണത്തിലാവുകയും അവ ഡിസീസുകൾ, അസുഖങ്ങൾ ഉണ്ടാകുന്നവയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി നമ്മൾക്കും ഡിസീസുകൾ ഉണ്ടാകുന്നു. ദെൻ നമ്മൾ പറഞ്ഞ മോസ്കിറ്റോസ് അല്ലേ, മോസ്കിറ്റോ നമ്മൾ വന്ന് കടിക്കാറുണ്ട്, ബ്ലഡ് കുടിക്കാറുണ്ട് അല്ലേ. ആ ടൈമിൽ അവർ അസുഖമുള്ള ആരുടെയെങ്കിലും ദേഹത്ത് പോയിട്ട് ബ്ലഡ് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ അസുഖം നമ്മൾക്കും വരും. ഓക്കെ ആണല്ലോ, നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. ദെൻ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലേ, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് കേട്ടിട്ടുണ്ടോ? ഇവയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അതായത് സൂക്ഷ്മജീവികൾ, നമുക്ക് കണ്ണ് കൊണ്ട് കാണാൻ കഴിയില്ല, ഇവയെ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. Diseases are caused by the action of microorganisms like virus, fungus and bacteria. അതായത് പല അസുഖങ്ങൾക്കും കാരണമാകുന്നത് ആരുടെ പ്രവർത്തനങ്ങൾ മൂലമാണ്? നമ്മളിപ്പോൾ ഈ പിക്ചർ കണ്ടല്ലോ, വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, ഇവയൊക്കെയാണ് പല അസുഖങ്ങൾക്കും കാരണമാകുന്നത്. Diseases spread when these microorganisms get transmitted from one infected person to another. എങ്ങനെയാണ് ഇവ വരുന്നത്? അതായത് ഡിസീസ്, അസുഖമുള്ള ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഇവ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതിലൂടെ ആ ആൾക്കും അസുഖമുണ്ടാകുന്നു. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെയൊക്കെ നമ്മൾ പേടിപ്പിച്ച് വില്ലനായി നടക്കുന്ന കൊറോണ അല്ലേ, അതെന്താണ്? ഒരു വൈറസ് ഉണ്ടാകുന്ന രോഗമാണ്. അതായത് കൊറോണ എന്ന അസുഖം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയിൽ ആ രോഗമുണ്ടാക്കുന്ന വൈറസ്, മൈക്രോ ഓർഗാനിസം ഉണ്ടാകും. ആ മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള വൈറസ് മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിലെത്തുന്നതോടുകൂടെ ആ വൈറസ് അവിടെയും പ്രവർത്തനം തുടങ്ങുകയും അസുഖം ഉണ്ടാവുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഇപ്പം നമ്മൾ വൈറസിനെ കുറിച്ചാണ് പറഞ്ഞതല്ലേ, അതുപോലെ തന്നെയാണ് ബാക്ടീരിയ, ഫംഗസ്. അപ്പോൾ ഒരാഴ്ചയായല്ലേ പത്രത്തിലും ന്യൂസിലൊക്കെ വരാറുണ്ട് ഷിഗല്ല എന്ന് പറയുന്നൊരു രോഗം. ആ ഷിഗല്ല എന്ന് പറയുന്ന രോഗമുണ്ടാക്കുന്നത് ഒരു തരം ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയയാണ് ഈ രോഗം പടർത്തുന്നത്. അത് നമുക്ക് തടഞ്ഞു കഴിഞ്ഞാൽ ആ രോഗത്തെ ഇല്ലായ്മ ചെയ്യാം. ഓക്കെ, ഇനി ഫംഗസിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫംഗസ് നമ്മുടെ ശരീരത്തിൽ ചൊറിച്ചിലൊക്കെ വരാറുണ്ടല്ലേ. ഈ ചൊറിച്ചിലൊക്കെ വരുത്തുന്നത് ആരാണ്? ഫംഗസ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസമാണ്. ഓക്കെ, ദെൻ കാരിയേഴ്സ് ഓഫ് ഡിസീസസ്, രോഗത്തിൻ്റെ വാഹകർ, രോഗമുണ്ടാക്കുന്ന ആളുകൾ. ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ. ഹൗസ് ഫ്ലൈ ആണ് കാണിക്കുന്നത്. ഹൗ ഡസ് ദ ഹൗസ് ഫ്ലൈ ട്രാൻസ്മിറ്റ് ഡിസീസ്? എങ്ങനെയാണ് ഹൗസ് ഫ്ലൈ, ഈച്ച, രോഗങ്ങൾ പരത്തുന്നത്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, അവർ വേസ്റ്റിലൊക്കെ പോയിരുന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വന്നിരിക്കും. നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ അതിൽ അവർ ഒരു മലിനമായ വസ്തുക്കളും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത ചില മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇതൊക്കെ അതിലടങ്ങിയിട്ടുണ്ടാവാം. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് പെടുകയും നമ്മൾക്ക് അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിൻ്റാണ്. ദെൻ കോമൺ കോൾഡ്
ആൻഡ് ജോണ്ടിസ് ആർ ടു ഡിഫറെൻറ്റ് ഡിസീസ്. കോമൺ കോൾഡ് എന്ന് പറഞ്ഞാൽ ജലദോഷം, ആൻഡ് ജോണ്ടിസ് മീൻസ് മഞ്ഞപ്പിത്തം കേട്ടോ, ആർ ടു ഡിഫറെൻറ്റ് ഡിസീസ്. രണ്ടും രണ്ട് തരം രോഗങ്ങളാണ്. ഡു യു തിങ്ക് ബോത്ത് ആർ ട്രാൻസ്മിറ്റഡ് ദ സെയിം വേ? ഇത് രണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, പകരുന്നത് ഒരേ രീതിയിലാണോ? കോമൺ കോൾഡ് ജലദോഷം എങ്ങനെയാണ് പകരുന്നത്? അതായത് ജലദോഷമുള്ള ആളുകൾ ഉപയോഗിച്ച കർച്ചീഫ് അല്ലെ, തൂവാല നമ്മൾ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ ആ നീര് നമ്മളുടെ മൂക്കിലൂടെ ഉള്ളിലേക്ക് കയറിയാലോ അല്ലെങ്കിൽ അവർ തുമ്മുമ്പോൾ സ്നീസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന അണുക്കൾ ഉള്ളിലേക്ക് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ കയറിയാലൊക്കെ ജലദോഷം വരാം. പിന്നെയോ ജോണ്ടിസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ അവരുടെ വിസർജന വസ്തുക്കളുണ്ടാവില്ലേ, മലമൂത്ര വിസർജനം, അതിലൂടെ ആണ് മഞ്ഞപ്പിത്തം പകരാൻ കൂടുതൽ ചാൻസ് വരുന്നത്. ദെൻ ആർ ഡിഫറെൻറ്റ് ഡിസീസസ് ലൈക്ക് ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ, ഫൈലേറിയാസിസ് ആൻഡ് ഡയേറിയ സ്പ്രെഡ് ബൈ ദ സെയിം ക്രിയേച്ചർ മീൻസ് ജീവി അല്ലേ. അതായത് ഡിഫറെൻ്റ് പല രോഗങ്ങളാണ് ഇവിടെ പറയുന്നത്. ചിക്കൻ ഗുനിയ അതായത് അറിയാലോ, ചിക്കൻ ഗുനിയ ഒരു പനിയാണ്. ദെൻ ഡെങ്കി ഫീവർ, ഡെങ്കിപ്പനി. ദെൻ ഫൈലേറിയാസിസ് മന്ത് രോഗം. ആൻഡ് ഡയേറിയ മീൻസ് ലൂസ് മോഷൻ വയറിളക്കം. സ്പ്രെഡ് ബൈ ദ സെയിം ക്രിയേച്ചർ, ഇതെല്ലാം ഒരേ ജീവിയാണോ പകർത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ചിക്കൻ ഗുനിയും ഡെങ്കി ഫീവറും എന്താണ്, ഒരു കൊതുകാണ് പരത്തുന്നത് അല്ലേ. ഫൈലേറിയാസിസോ അതും കൊതുകാണ്, മന്ത് രോഗം എന്നാണ് അറിയപ്പെടുന്നത്. ഡയേറിയ എങ്ങനെയാണ് വരുന്നത്? ഭക്ഷണം നന്നാവാത്തത് കാരണമാണ് കേട്ടോ. അതായത് മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയാണ് ഡയേറിയ പകരുന്നത്. അപ്പോൾ ഒരേ ജീവിയാണോ എല്ലാം പകർത്തുന്നത്? അല്ല അല്ലേ. വാട്ട് ആർ ദ വേസ് ബൈ വിച്ച് ദ ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസം ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ? രോഗങ്ങൾക്ക് കാരണമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്തുന്നത് എങ്ങനെയല്ലാണ്? താഴെ പോയിൻ്റ് വൈസായിട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ത്രൂ വാട്ടർ, ഒന്നുകിൽ വെള്ളത്തിലൂടെ അത് പകരാം. ത്രൂ ഫുഡ്, ഭക്ഷണത്തിലൂടെ പകരാം. ത്രൂ എയർ, വായുവിലൂടെ പകരാം. ത്രൂ ക്രിയേച്ചേഴ്സ്, ചില ജീവികൾ വഴിയും പകരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെല്ലാം പറഞ്ഞത്? വാട്ടറിലൂടെ, ഫുഡിലൂടെ, എയറിലൂടെ, ദെൻ ചില ജീവികളിലൂടെ. ഓക്കെ, ദെൻ ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ആൾ കോൾഡ് കോണ്ടേജിയസ് ഡിസീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഡിസീസ്, അസുഖങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ കോണ്ടേജിയസ് ഡിസീസ് എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾസാണ് കൊടുത്തിട്ടുള്ളത്. കോമൺ കോൾഡ് ജലദോഷം, കൺജക്റ്റിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിനെ ബാധിക്കുന്ന ചെങ്കണ്ണ്, കോളറ, ലൂസ് മോഷൻ. ദെൻ ടൈഫോയിഡ് പനിയാണല്ലേ, ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ അതും ഡെങ്കിപ്പനിയാണ്. ഫൈലേറിയാസിസ് മന്ത് രോഗം. ജോണ്ടിസ് മഞ്ഞപ്പിത്തം. ആൻഡ് റാറ്റ് ഫീവർ, അതിനെ ലെപ്റ്റോസ്പൈറോസിസ് എന്നുകൂടെ പറയും, അതായത് എലിപ്പനി. ആർ സം കോമൺ കോണ്ടേജിയസ് ഡിസീസസ് ഇൻ അവർ പ്ലേസ്. നമ്മളീ പറഞ്ഞിട്ടുള്ള ഡിസീസുകളാണ് സാധാരണ നമ്മളെ പ്രദേശത്തൊക്കെ കണ്ടുവരുന്ന കോണ്ടേജിയസ് ഡിസീസ്, അതായത് പകരുന്ന രോഗങ്ങൾ. ഓക്കെ ആണല്ലോ. നമ്മൾ പറഞ്ഞു ഫൈലേറിയാസിസ് അല്ലേ, അതൊരു മന്ത് രോഗമാണെന്ന് പറഞ്ഞു. ഫൈലേറിയസ് എന്ന് പറയുന്ന ഒരു കൊതുക് പരത്തുന്ന രോഗമാണ്. കാലിൽ ഏതെങ്കിലും സൈഡിലായിട്ട്, സാധാരണ കാൽമുട്ടിന് താഴെയാണ് കണ്ടുവരാറുള്ളത്. അത് കൊതുക് കടിച്ചത് മൂലം നല്ല തടിച്ച് വീർത്ത് നിൽക്കുകയും ആ കാല് കൊണ്ട് നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. പണ്ട് കാലത്തൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു അസുഖമായിരുന്നു ഫൈലേറിയാസിസ്, അതായത് മന്ത് രോഗം. പക്ഷേ ഇപ്പോഴത് അങ്ങനെ സാധാരണയായിട്ട് കണ്ടുവരുന്നില്ല. ഓക്കെ,
ദെൻ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, പകരുന്ന രീതിയും ഡിസീസ് ട്രാൻസ്മിറ്റഡ്, പകരുന്ന രോഗങ്ങളും. അപ്പോൾ അതൊന്ന് നോക്കാം. ത്രൂ എയർ, വായുവിലൂടെ പകരുന്നത്. കോമൺ കോൾഡ്, ജലദോഷം. ചിക്കൻ പോക്സ് അറിയാലോ, ചൊള്ള അല്ലേ. ദെൻ മീസ്ലസ്. ദെൻ ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TB അല്ലെങ്കിൽ ക്ഷയം എന്ന് പറയും. മീസ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിയാണ് കേട്ടോ, അതൊരു തരം പനിയാണ്. ദെൻ ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ, വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. റാറ്റ് ഫീവർ, എലിപ്പനി. ടൈഫോയിഡ്, കോളറ. ദെൻ ജോണ്ടിസ് മീൻസ് മഞ്ഞപ്പിത്തം. ത്രൂ ഹൗസ് ഫ്ലോയ്സ്, ഈച്ചയിലൂടെ പകരുന്നത്. കോളറ, ഡയേറിയ. ദെൻ ത്രൂ മൊസ്കിറ്റോ, കൊതുകിലൂടെ പകരുന്നത്. ഫൈലേറിയാസിസ്, മലേറിയ. ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ. ദെൻ ത്രൂ കോണ്ടാക്റ്റ്, അതായത് നമ്മൾ നേരിട്ടുള്ള കോണ്ടാക്റ്റിലൂടെ പകരുന്നത്. കൺജക്റ്റിവിറ്റീസ്, ചെങ്കണ്ണ്. ലെപ്രോസി, കുഷ്ഠരോഗം എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്മിഷന് 5 ടൈപ്പ് പറഞ്ഞു. ത്രൂ എയർ, ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ, ത്രൂ ഹൗസ് ഫ്ലൈ, ത്രൂ മൊസ്കിറ്റോ, ത്രൂ കോണ്ടാക്റ്റ്. ഇനി ഇവയിലൂടെയൊക്കെ ഏതെല്ലാം രോഗങ്ങളാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഓക്കെ. ദെൻ ഡിസീസുകൾക്ക് കാരണമാകുന്ന മൈക്രോ ഓർഗാനിസം മീൻസ് സൂക്ഷ്മജീവികൾ. അപ്പോൾ മൈക്രോ ഓർഗാനിസങ്ങളായ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഇവയെക്കുറിച്ച് നാം ഡിസ്കസ് ചെയ്തു കഴിഞ്ഞുവല്ലോ. കൂടാതെ എയർ, വാട്ടർ, ഫുഡ് ആൻഡ് സം ക്രിയേച്ചേഴ്സ്, അതായത് വായുവിലൂടെയും വെള്ളത്തിലൂടെയും പിന്നെ പഴകിയ ഭക്ഷണ വസ്തുക്കളുടെയും അതുപോലെ തന്നെ ചില ജീവികളിലൂടെയും ഡിസീസുകൾ, രോഗങ്ങൾ പകർന്നു വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ദെൻ കോണ്ടാജിയസ് ഡിസീസ്, ഇറ്റ് മീൻസ് പകർച്ചവ്യാധികൾ നമുക്ക് എങ്ങനെയാണ് വന്നു ചേരുന്നത്? ഇറ്റ് ട്രാൻസ്മിറ്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഒരാളിൽ നിന്ന് പകർന്ന് അത് മറ്റൊരാളിലേക്ക് പകർന്ന് വരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികൾ, അതല്ല എങ്കിൽ കോണ്ടാജിയസ് ഡിസീസ് എന്നറിയപ്പെടുന്നത്. അതിന് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുവല്ലോ. ദെൻ കോണ്ടാജിയസ് ഡിസീസ് ഏതെല്ലാം കാലങ്ങളിലാണ് നമ്മളെ തേടി വരുന്നതെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇറ്റ്സ് ഇനഫ്. Then we will meet you in the next class.